എല്ലാവർക്കും നമസ്കാരം. അവധി ദിനമായ ജനുവരി മാസം 26-ാം തീയതി കൊല്ലം അഞ്ചൽ ESI ഡിസ്പെൻസറി അരമണിക്കൂർ നേരത്തേക്ക് അടച്ചിട്ടു എന്ന ഒരു ആരോപണത്തിന് പുറത്ത് അവിടെയുള്ള ഡോക്ടർമാർക്കെതിരെയും മറ്റ് സ്റ്റാഫുകൾക്കെതിരെയും അനാവശ്യമായ പ്രചാരണങ്ങൾ കുറച്ച് ദിവസമായി നടന്നു വരികയാണ്. ESI നിയമം അനുസരിച്ച് അവധി ദിവസങ്ങൾ ഒന്നും തന്നെ പ്രവൃത്തി ദിവസങ്ങൾ അല്ല. എന്നിരുന്നാലും അവധി ദിവസങ്ങളിൽ ESIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ചികിത്സ തേടുന്നതിനുള്ള സൗകര്യത്തിനു വേണ്ടി ESI ഡിസ്പെൻസറികൾ അവധി ദിവസങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളെ ESIയുടെ നിയമങ്ങൾ അറിയാതെ വെറും താൽക്കാലിക രാഷ്ട്രീയ ലാഭം കൊതിക്കുന്ന കുറച്ചാളുകളും മാധ്യമധർമ്മത്തിന് നിരക്കാത്ത വിധത്തിൽ സർക്കാർ ഓഫീസിൽ അനുവാദം കൂടാതെ അതിക്രമിച്ചു കയറി മറ്റ് സ്റ്റാഫുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടെ സമ്മതം കൂടാതെ വീഡിയോ ചിത്രീകരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നാടകം പോലെ പ്രശ്നങ്ങൾ വെറുതെ സൃഷ്ടിച്ച് ഡോക്ടറെ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയായിരുന്നു. അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. വെറും 10 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് വേണ്ടി തുടങ്ങിയ ഈ സംവിധാനം 35 വർഷത്തിന് ശേഷവും യാതൊരു തരത്തിലും ആരോഗ്യപ്രവർത്തകരുടെയോ ഡോക്ടർമാരുടെയോ പോസ്റ്റുകൾ കൂട്ടാതെ 50 ലക്ഷത്തോളം ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു എന്ന അസത്യം പൊതുജനം അറിയേണ്ടതാണ്. ഈ ഒരു പ്രശ്നത്തിൽ പറയുന്ന സ്ഥാപനത്തിൽ 3 കോൺട്രാക്റ്റ് ഡോക്ടർമാരാണ് ഉള്ളത്. ഒരു ഡോക്ടർ മാത്രം ജോലി ചെയ്യുന്ന കടക്കൽ ഡിസ്പെൻസറിയിലെ ഡോക്ടർക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുവാനും ഇവിടെയുള്ള ബില്ലുകൾ നോക്കുവാനും ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കാനും ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ ചാർജായി അനുമതി നൽകിയിട്ടുള്ളത്. ഈ പറയുന്ന ദിവസം കടക്കൽ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്ന ആ ഡോക്ടർ അവിടെ വരേണ്ട ദിവസമേ അല്ല. സംഭവ ദിവസം അഞ്ചൽ ഡിസ്പെൻസറിയിലെ എല്ലാ ജോലിക്കാരോടും ജോലിയിൽ കൃത്യത പുലർത്തണമെന്നും ജോലി സമയത്ത് ഡിസ്പെൻസറി അടച്ചുപൂട്ടി പോകരുത് എന്നും കർശന നിർദ്ദേശം ഡോക്ടർ എല്ലാവർക്കും നൽകിയിരുന്നു. കൊല്ലം ജില്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ മൊത്തം 94 ഡോക്ടർമാരുടെ തസ്തിക ഉള്ളതിൽ 57 ഡോക്ടർമാർ കോൺട്രാക്റ്റ് ഡോക്ടർമാരാണ്. വെറും 37 ഡോക്ടർമാർ മാത്രമാണ് PSI വഴി സ്ഥിര നിയമനം ലഭിച്ചവർ. ഒട്ടുമിക്ക ഡോക്ടർമാരും മറ്റ് ഡിസ്പെൻസറികളിലെ അധിക ചുമതല കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. സമാന സർവീസായ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുമായുള്ള സാലറിയിലെ അസമത്വം കാരണം പുതിയ ഡോക്ടർമാർ ആരും തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നില്ല. മാത്രമല്ല വന്നവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് തേടി പോകുന്നതും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അധപ്പതനത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവസം ആ അരമണിക്കൂറിൽ വന്ന ഒരു രോഗിയെ പരിശോധിക്കാൻ ചെന്ന ഡോക്ടറെ ഇക്കൂട്ടർ തടഞ്ഞു വെച്ച് മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളിലൂടെ യഥാർത്ഥ കാര്യങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചത്. അവധി ദിവസങ്ങൾ ESI നിയമപ്രകാരം തുറക്കേണ്ട ആവശ്യമില്ലാതെ ഇരുന്നിട്ട് കൂടി ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യത്വപരമായി തുറന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള തൽപര കക്ഷികളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തകർക്കാനാണ് ഈ ഗൂഢശ്രമങ്ങൾ സഹായിക്കുക. ഇത്തരത്തിൽ ജനദ്രോഹ നടപടികൾ ചെയ്യുന്ന റീച്ചിന് വേണ്ടി മാധ്യമധർമ്മം തന്നെ തകർക്കുന്ന വ്യക്തികളുടെ തെറ്റായ വാർത്തകളും പ്രചാരണങ്ങളും അർഹിക്കുന്ന വജ്ഞയോടെ തള്ളിക്കളയണമെന്ന് വിനീതമായി KGMയെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.